സുഹൃത്തുക്കളെ, ചിങ്ങൻചിറ കൊല്ലങ്കോട് അടുത്ത് കാടിൻ്റെ സീതാർകുണ്ടിൻ്റെ എതിർ സൈഡിലായിട്ട് ഒരു ഏരിയയിൽ ഉള്ളൊരു സ്ഥലമാണ്. പഴയ കാലത്ത് ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ ആളും മനുഷ്യനൊന്നുമില്ല. ഇപ്പോൾ കണ്ടമാനം വാഹനങ്ങളും ആളുകളും ഒക്കെ ഉണ്ട്. പഴയ കാലത്ത് ഞാനൊരു വൈദ്യരുടെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വെറുതെ വേറെ എന്തോ ഒരാവശ്യത്തിന് വന്നതാണ്, ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എന്തിനാണ്. അന്ന് ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കാം. അന്നങ്ങനെ ആരും ഇവിടെ ജനങ്ങളുടെ ഒരു ഇതൊന്നുമില്ല. ഒരു ക്ഷേത്രം, ഒരു സ്വാമിയുടെ അതുമായി ബന്ധപ്പെട്ടൊരു ട്രസ്റ്റൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ പരിപാടി. നല്ല രസമുണ്ട്. എന്ത് ട്രസ്റ്റാണെങ്കിലും ഈ പ്രകൃതിനെ ഇവർ നശിപ്പിക്കണില്ലല്ലോ. ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു കാര്യം അതാണ്. ചില മതസ്ഥരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ മരങ്ങളൊക്കെ കിട്ടിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാലട്ടിയ പോലെയാവും. ഇതൊരു ചില്ല പോലും ഇവർ നശിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ആ പ്രകൃതി മനോഹാരിത നിലനിർത്തിയിട്ടാണ് ഇതൊക്കെ. ഇന്ന് നല്ലോണം ആളുണ്ട് ഇവിടെ. പിന്നെ ഈ കാലത്ത് കൂടി വെള്ളം നിൽക്കുന്നുണ്ട് ഈ ചിറയിൽ. ഇതെന്തോ അറിയില്ല, കുറച്ചധികം ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ അമ്പലം ശരിക്കില്ല. അമ്പലത്തിന് പകരം ഇതെങ്ങനെ അതിന്റെ പകരമായിട്ട് ഒരു ചെറിയ ചെറിയ വീടുകൾ ആളുകൾ തൂക്കി എങ്കെന്ന് വരും നിങ്ങള്? പൊള്ളാച്ചി. ആ, എല്ലാ വർഷവും എനിക്ക് വരുമോ? വന്നിട്ട് പോയി 2 വർഷം. എനിക്ക് നല്ല ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമെങ്കിൽ. നല്ല കൂളിംഗ് ആണ്. ഈ ആലിൻ്റെ ഇവിടെയാണ് ഒരു ആരാധനയായിട്ടുള്ളത്. പ്രത്യേകിച്ച് അമ്പലം എന്നുള്ള വലിയൊരു കെട്ടിടവും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഭക്ഷണം വെച്ച് കഴിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. കണ്ടമാനം വണ്ടികൾ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ അതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഭക്ഷണം ഇവിടെ വന്നിട്ടാണ് ഇവർ വെച്ചുണ്ടാക്കി കഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ ആടാതെ നല്ല ബലമാണിത്. പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആളുകൾ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കും. അമ്പലങ്ങളുടെ ഏരിയയിൽ ചിക്കൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചടങ്ങാണ് ഇത്രത്. നമ്മുടെ കൂലിപ്പണിക്കാരും ഇവർക്ക് വന്നിട്ട് ഒരു വർഷത്തിൽ അതിൻ്റെ ഒരു നേർച്ചയായിട്ട് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൽ ഒരു പൂജ കഴിക്കും. പ്രകൃതിയുമായി അങ്ങനെ ഒരു സംബന്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂജ, പ്രകൃതി ക്ഷേത്രം. അങ്ങനെ പഴയ കാലത്ത് ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, കാടാണ്. കുറേ കാലം പോയി വന്നിട്ടുണ്ട്. അല്ല, അന്ന് ചെറിയൊരു അങ്ങനെ എന്തോ അത്ര വലിയ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നിറയെ ആളുകളാണ്. ഇത് സീതാർകുണ്ട ഭാഗത്താണ് കാണുന്നത്. അത് ഇവിടുന്നാണ് ഞാൻ നമ്മളെ കരിക്കുമ്പുറത്ത് സംസുമാടെ അഷ്റഫുംപാടെ കുറേ മത്സ്യമൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിലെത്തിയപ്പോൾ പിന്നെ അതൊക്കെ കളഞ്ഞു, ഒന്നിനും പറ്റിയില്ല. ഇവിടെ ഈ സീതാർകുണ്ട കാണുന്ന ഭാഗത്താണ് ഇവിടുന്ന്. കരിക്കുമ്പുറത്ത് നമ്മൾ ആലിപ്പോകാൻ്റെ മകനെയാണ്. ആരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ ആലുകളാണ്. ചിങ്ങൻചിറ അമ്പലം കൊല്ലങ്കോട് നിന്ന് ഒരു 6 എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരു 8 കിലോമീറ്ററാണ് ഇപ്പോൾ തോന്നിയത് യാത്ര ചെയ്തപ്പോൾ.